അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൊമെൻസാലിസമാണ്. ഓക്കെ, കൊമെൻസാലിസം. സോ മക്കളെ, എന്താണ് കൊമെൻസാലിസം എന്ന് പറഞ്ഞാൽ? കൊമെൻസാലിസം എന്ന് പറയുന്ന ഒരു എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് എൻ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ വേർ വൺ ഓർഗാനിസം ഗെറ്റ്സ് ബെനിഫിറ്റ് ആൻഡ് അതർ ഓർഗാനിസം ഗെറ്റ്സ് നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്. അഥവാ ഇറ്റ് ഈസ് ഒരു ജീവജാലത്തിന് ഗുണവും മറ്റൊരു ജീവജാലത്തിന് ദോഷവുമില്ല, ഗുണവുമില്ല. അങ്ങനെ ഒരു രീതിയിൽ പ്രപഞ്ചത്തിൽ രണ്ട് ജീവജാലങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൊമെൻസാലിസം എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് എൻ ഇൻട്രാക്ഷൻ വേർ one organism gets benefit and other organism neither benefit nor harmed. ഗുണവുമില്ല ദോഷവുമില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊമെൻസാലിസം എന്ന് വിളിക്കുക. സോ ഈ കൊമെൻസാലിസത്തിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 എക്സാമ്പിൾ. ഒന്ന്, നമ്മുടെ മാംഗോ ട്രീ എടുക്കാം. ഓക്കെ, മാംഗോ ട്രീയുടെ ബ്രാഞ്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും ഓർക്കിഡ്. എന്ത് കാണാം? ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ്. ഓക്കെ, വേറെ ഓർക്കിഡ് ഓൺ മാംഗോ ട്രീ. ഈ ഓർക്കിഡ് എന്ന് സംഭവിക്കും, ഈ സൺലൈറ്റ് പ്രോപ്പർ സൺലൈറ്റ് ആർക്ക് കിട്ടും? ഓർക്കിഡിന് കിട്ടും. സോ ഓർക്കിഡ് ഗെറ്റ്സ് പ്രോപ്പർ സൺലൈറ്റ്. അതുപോലെ ഈ അന്തരീക്ഷത്തിലുള്ള വാട്ടറിനെയൊക്കെ ഓർക്കിഡ് ഉള്ളിലോട്ട് എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കും. ഓക്കെ, സൺലൈറ്റ് ഉപയോഗിച്ചിട്ട്. ആൻഡ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ. ഈ മാംഗോ ട്രീക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒന്നുമില്ല. ഓർക്കിഡ് എന്തൊക്കെയുണ്ട്? സൺലൈറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത എക്സാമ്പിളാണ് സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്. ആരാണ് സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്? നമ്മൾ നേരെ കടലിലേക്ക് പോകാം. കടലിൻ്റെ അടിത്തട്ടിൽ നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ സീ അനിമോണിനെ കാണാം. സീ അനിമോണിൻ്റെ ബോഡിയിൽ ഒരുപാട് ടെൻഡക്കിൾസ് ഉണ്ട്. എന്തുണ്ട്? ടെൻഡക്കിൾസ്, സ്റ്റിങ് ടെൻഡക്കിൾസ്. ഇതാരാണ്? സീ അനിമോൺ. അപ്പോൾ നമ്മുടെ മുത്തുമണിയായ ക്ലൗൺ ഫിഷ് ഇതിൽ നടക്കുന്നുണ്ട്, സങ്കടപ്പെട്ട് നടക്കാണ്. കാരണം ക്ലൗൺ ഫിഷിൻ്റെ പ്രെഡേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്ലൗൺ ഫിഷ് സീ അനിമോനെ കാണുമ്പോൾ അവൻ്റെ ഈ ടെൻഡക്കിൾസിൻ്റെ ഇടയിൽ പോയി നിൽക്കും. അപ്പോൾ ഈ ടെൻഡക്കിൾസിൻ്റെ ഇടയിൽ ഈ ക്ലൗൺ ഫിഷ് പോയി നിൽക്കുന്നു. അപ്പോൾ ഈ ക്ലൗൺ ഫിഷിന് എന്ത് കിട്ടും? പ്രൊട്ടക്ഷൻ കിട്ടും. ഇതാരാണ്? ക്ലൗൺ ഫിഷ്. സോ നമ്മുടെ ക്ലൗൺ ഫിഷ് ഗെറ്റ്സ് പ്രൊട്ടക്ഷൻ ഫ്രം predators by the help of the stinging tentacles. Okay, stinging tentacles of sea anemone. അപ്പോൾ ഈ സീ അനിമോണിൻ്റെ ടെൻഡക്കിൾസ് ആര് സഹായിക്കുന്നു? ഗെറ്റ്സ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രെഡേറ്റേഴ്സ്. ആർക്ക്? ക്ലൗൺ ഫിഷിന്. അപ്പോൾ ഇത് പുറത്ത് വെക്കുക. അടുത്തൊരു എക്സാമ്പിളാണ് മനസ്സിലാക്കുക. നമ്മുടെ ഗ്രേസിങ് കാറ്റിൽ, പുൽമേടുകളിലൂടെ, ഇപ്പോൾ ഈ ഗ്രാസിലൂടെ ആര് നടക്കുകയാണ്? നമ്മുടെ കാറ്റിൽ നടക്കാണ് കുട്ടി. ആര് നടക്കാണ്? നമ്മുടെ പശു. ഓക്കെ, പശുവിടെ പുല്ല് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന പ്രാണികളൊക്കെ ഉണ്ടാവും. ഈ പ്രാണികളൊക്കെ ഈ പുല്ലിങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ ഈ പ്രാണികൾ ഈസിലി വിസിബിൾ ആവും. അപ്പോൾ അതിലേ പോകുന്ന കൊറ്റിയുണ്ട്. ധാരാളം കൊറ്റിയാണ് എഗ്രറ്റ്. എന്ത് വിളിക്കുക? ഇത് കാറ്റിലാണ്, ഇത് എഗ്രറ്റാണ്. എഗ്രറ്റ് ആരാ? കൊറ്റി. ഈ കൊറ്റിക്ക് ഇതിനെ പറിക്കുന്നൂടെ? സോ ഹിയർ കാറ്റിന് ഒരു നഷ്ടമില്ല. കാറ്റിൽ പുല്ല് മെയിൻ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രാണികൾ പുറത്തോട്ട് വിസിബിൾ ആവും. അതേ കാറ്റിൽ എഗ്രറ്റ് എന്ന് പറയുന്ന കൊറ്റി. കാറ്റിൽ എഗ്രറ്റിന് കഴിക്കാൻ പറ്റും. സോ ആരൊക്കെ നമ്മൾ ഇൻട്രാക്ഷനാണ്? കാറ്റിൽ എഗ്രറ്റ് എന്ന് പറയുന്ന കൊറ്റി വേഴ്സസ് കാറ്റിൽ എഗ്രറ്റിന് എന്താണ്? ഗുണമാണ്. കാറ്റിന് ഗുണവുമില്ല, ദോഷവുമില്ല. ഇവിടെ നോക്കൂ, ഇവിടെ സീ അനിമോണിന് ഗുണവുമില്ല, ദോഷവുമില്ല. നേരെ മറിച്ച് ക്ലൗൺ ഫിഷിന് ഗുണമാണ്. ഇവിടെ ആണെങ്കിലോ ഓർക്കിഡിന് സൺലൈറ്റും ഫുഡും ഒക്കെ, സൺലൈറ്റ് കിട്ടുന്നു, അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ ഓർക്കിഡിന് എന്താണ്? ഗുണമാണ്. മാംഗോ ട്രീക്ക് ഒരു ഗുണവുമില്ല, ദോഷവുമില്ല. അടുത്ത നോക്കേണ്ട എക്സാമ്പിളാണ് ബർണക്കിൾസ് ഗ്രോയിങ് ഓൺ ബാക്ക് ഓഫ് വെയിൽ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ ബർണക്കിൾസ് എന്ന് പറയുന്ന ചെറിയ ജീവജാലങ്ങൾ ഇവരെവിടെ കാണുന്നു? ഈ പാവപ്പെട്ട ഈ വെയിലിൻ്റെ ബോഡിയിൽ കാണാം. ഈ വെയിലിൻ്റെ ബോഡിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. വെയിൽ നമുക്ക് മഞ്ഞപ്പിണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വലിയ വെയിൽ ഈ പാവപ്പെട്ട ബർണക്കിൾസ് ഉള്ളത് അറിയുന്ന പോലുമില്ല. പക്ഷേ ബർണക്കിൾസിന് എന്താണ് ഗുണം? ബർണക്കിൾസിൽ നിന്ന് പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്കുള്ള യാത്ര സാധ്യമാകും. ഫ്രീ ട്രാൻസ്പോർട്ട്, ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്രയാണ് ആർക്ക്? ബർണക്കിൾസിന്. സോ ബർണക്കിൾസിന് എന്താണ്? ഗുണമാണ്. ട്രാൻസ്പോർട്ട് ലഭിക്കുന്നു. അതുപോലെ വേറെ ജീവികളൊക്കെ ഈ വെയിലിൻ്റെ പുറത്ത് ബർണക്കിൾസ് കാണുമ്പോൾ അവരെ പേടിയാണ്. കാരണം ബർണക്കിൾ ആരുമായിട്ട് കമ്പനി? വെയിലുമായിട്ടാണ്. അപ്പോൾ അവനെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകില്ല. അപ്പോൾ ഈ ബർണക്കിൾസിന് നല്ല സംരക്ഷണം, നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതുപോലെ ഇവന് വേറെ സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് പോയി അവിടെയൊക്കെ ഭക്ഷിക്കാം. ബെറ്റർ ഫീഡിങ് കിട്ടുന്നു. സോ ബർണക്കിൾസിന് ഇവിടെ ഗുണം മാത്രമാണുള്ളത്. ഇത് ഗെറ്റ്സ് ട്രാൻസ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ബെറ്റർ ഫീഡിങ്. വെയിലിനോ ഗുണവും
ഗുണവുമില്ല നഷ്ടവുമില്ല. അപ്പോൾ 0 ആണ്. പാർണക്കിൾസിന് പ്ലസ് ആണ്, വെയിലിന് ഗുണമില്ല ദോഷമില്ല. അപ്പോൾ എന്ത് ഇൻട്രാക്ഷൻ ആണ്? ഒരു ജീവിക്ക് ഗുണവും മറ്റേ ജീവിക്ക് ഗുണവും ദോഷമില്ലെങ്കിൽ അതെന്ത് ഇൻട്രാക്ഷൻ ആണ്? ഓൾവേസ് ദാറ്റ് ഈസ് കൊമെൻസൈലിസം. ക്ലിയർ? സോ നമ്മൾ ഏതൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു? ഒന്ന് ഓർക്കിഡ് ആസ് എൻ എപ്പിഫൈറ്റ് ഓൺ ഓർക്കിഡ്. മാംഗോ ട്രീ കാണപ്പെടുന്ന ഓർക്കിഡിന് ഗുണവും മാംഗോ ട്രീക്ക് ഗുണവുമില്ല ദോഷവുമില്ല. അതുപോലെ കാറ്റിൽ അഗ്രറ്റും കാറ്റിലിന് ഗുണവുമില്ല ദോഷവുമില്ല. കാറ്റിൽ അഗ്രറ്റിന് എന്താണ്? ഗുണം മാത്രമാണ്. ക്ലൗൺ ഫിഷും സി അനിമോണിന് ഗുണവുമില്ല. ഇതാണ് സി അനിമോൺ, ഗുണവുമില്ല ദോഷവും രണ്ടുമില്ല. ക്ലൗൺ ഫിഷിനാണ് ഈ ബെനിഫിറ്റ്സ്, പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ നമ്മൾ ആരെക്കുറിച്ച് പഠിച്ചു? നമ്മുടെ ബർണക്കിൾസ് ആൻഡ് വെയിൽ. ഓക്കെ, അതോർത്തു. That is commensalism. So ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്താണ് commensalisത്തിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എൻ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ ഓർഗാനിസം ഗെറ്റ്സ് ബെനിഫിറ്റ് ആൻഡ് മറ്റൊരു ഓർഗാനിസത്തിന് ദ അതർ ഓർഗാനിസം നെയ്തർ ബെനിഫിറ്റ് നോർ ഹാംഡ്. എക്സാമ്പിൾസ് ആർ ഓർക്കിഡ് ആസ് ഗ്രോയിങ് ആസ് എൻ എപ്പിഫൈറ്റ് ഓൺ മാംഗോ ട്രീ. അതിന് എപ്പിഫൈറ്റ് എന്നൊക്കെ വിളിക്കാം കേട്ടോ. മാംഗോ ട്രീയുടെ വെളിയിൽ കാണപ്പെടുന്നതുകൊണ്ട് എപ്പിഫൈറ്റ് എന്ന് വിളിക്കാം. സോ ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ commensalism ആണ്. സി അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ് ആർക്കാ ബെനിഫിറ്റ്? ക്ലൗൺ ഫിഷിന്. commensalism ആണ്. കാറ്റിൽ ആൻഡ് കാറ്റിൽ അഗ്രറ്റ് ആർക്കാ അവിടെ ബെനിഫിറ്റ് ഉള്ളത്? കാറ്റിൽ അഗ്രറ്റിനാണ്. ഇതെന്ത് ഇൻട്രാക്ഷൻ? commensalism. Barnacles on the back of it, that is also a commensalism. Thank you.